നമസ്കാരം. സ്പോർട്സ് ടു മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് വമ്പൻ തിരിച്ചൊരു നടത്തിയിരിക്കുകയാണ്. ചെന്നൈയിൻ എഫ്സിക്കെതിരെ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിരിക്കുകയാണ്. ഒരു മികച്ച ലൈനപ്പുമായിട്ട് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. നോവ, ലൂണ, ഹിമിനസ് കോംബോ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ കൊറോ സിംഗ് വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ 11 തന്നെ ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ സച്ചിനും തിരിച്ചെത്തി. ഫസ്റ്റ് ഹാഫിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ മികച്ച രീതിയിൽ തന്നെ അറ്റാക്ക് ചെയ്ത് കളിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ചാൻസുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിന് അത് ഗോൾ അടിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് ചാൻസുകളാണ് മിസ്സായിട്ടുണ്ടായിരുന്നത്. ഹിമിനസിന് തന്നെ ഇന്ന് ഒരുപാട് ഗോൾ അടിക്കാനുള്ള ചാൻസുകളൊക്കെ ഉണ്ടായിരുന്നു. ഗോളെന്ന് ഉറപ്പിച്ച പല മുന്നേറ്റങ്ങളും ചെറിയ വ്യത്യാസത്തിനാണ് ഗോളാവാതെ പോകുന്നുണ്ടായിരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച രീതിയിൽ തന്നെ അറ്റാക്ക് ചെയ്ത് കളിച്ചു. ചെന്നൈക്കും ഇടയ്ക്ക് ഗോൾ അടിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ബ്ലാസ്റ്റേഴ്സ് തന്നെയായിരുന്നു ഡോമിനേറ്റ് ചെയ്ത് കളിച്ചിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ഹാഫിൽ ഒരുപാട് അറ്റാക്ക് ചെയ്തിട്ടും ഗോൾ അടിക്കാതെ പോയി. പക്ഷേ മികച്ചൊരു ആവേശകരമായ ഒരു മത്സരം തന്നെയായിരുന്നു ഇത്. ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു സീസണിൽ തന്നെ പല ഫസ്റ്റ് ഹാഫുകളും വളരെ മടുപ്പിക്കുന്ന രീതിയിലുള്ള മത്സരം തന്നെയായിരുന്നു. പക്ഷേ ഇതൊരു ആവേശകരമായ മത്സരം തന്നെയായിരുന്നു. പിന്നീട് സെക്കൻഡ് ഹാഫിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സ്കോർ ചെയ്യുന്നത്. 56-ാം മിനിറ്റിൽ കോറയുടെ അസിസ്റ്റിലൂടെ ഹിമിനസ് ആണ് ഗോൾ നേടുന്നത്. കൊറോ സിംഗ് തന്റെ മികച്ച പ്രകടനം തുടരുകയാണ്. കൂടാതെ ഇസ്യൂസ് നല്ല മത്സരം തന്നെ ആയിരുന്നു എന്ന് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. എടുത്തു പറയുന്നത് ലൂണയെ കുറിച്ചാണ്. അഡ്രിയാൻ ലൂണയുടെ തിരിച്ചുവരവായിരുന്നു ഈ ഒരു മത്സരം. വളരെ മികച്ചൊരു പ്രകടനം തന്നെയായിരുന്നു താരന്റെ ഭാഗത്തുണ്ടായിരുന്നത്. മുഴുവൻ സമയം അദ്ദേഹം നന്നായിട്ട് തന്നെയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും വൻ തിരിച്ചുവരലിലൂടെ വിമർശകർക്ക് മറുപടി കൊടുത്തിരിക്കുകയാണ് അഡ്രിയാൻ ലൂണ. അഡ്രിയാൻ ലൂണയുടെ അസിസ്റ്റിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടാമത്തെ ഗോൾ സ്കോർ ചെയ്യുന്നത്. നോവയാണ് ഗോൾ സ്കോർ ചെയ്യുന്നത്. ആ ഗോളിന് പിന്നിലെ രാഹുലിന്റെ എഫേർട്ട് എടുത്ത് പറയേണ്ടതാണ്. പക്ഷേ നോവയ്ക്ക് ഇന്ന് ഒരുപാട് ചാൻസുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഗോളാക്കുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഒരുപാട് അവസരങ്ങൾ താരം മിസ്സാക്കിയിട്ടുണ്ടായിരുന്നു. കൂടാതെ വിപിനും അത്യാവശ്യം നന്നായിട്ട് തന്നെയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ അവസാനം രാഹുലും ഗോൾ നേടി. എന്തായാലും രാഹുലിനായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്കായാലും വളരെ സന്തോഷം നൽകുന്ന ഒരു മൊമെന്റ് തന്നെയായിരുന്നു. ഒരു മികച്ച തിരിച്ചുവരവാണ് ഇത്. ഈ ഒരു വിജയം തുടരാനാവും തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതീക്ഷ. ഈ ഒരു സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ക്ലീൻ ഷീറ്റ് നേടിയിരിക്കുകയാണ്. അതൊരു പോസിറ്റീവായുള്ള കാര്യം തന്നെയാണ്. ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.